പഞ്ചായത്തുകളെല്ലാം തന്നെ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഇന്നത്തെ ജനപ്രതിനിധികൾ വരുത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമാണ് LDF അംഗങ്ങളായ വാർഡുകളോട് ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ അപൂർവമായി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് സൂഫി നരിക്കാട്ടയുടെയും സഫിയുടെയൊക്കെ കാലത്ത് അത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ജനപ്രതിനിധികളൊക്കെ വിളിച്ചു ചേർത്ത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നതിനാവശ്യമായ ചർച്ചകളെങ്കിലും നടക്കാറ്. തീരുമാനം പൂർണ്ണമായി വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ഏകപക്ഷീയമായി LDF മെമ്പർമാരുടെ വാർഡുകളിൽ വെട്ടിക്കുറക്കുകയും UDFിൻ്റെ വാർഡുകളിൽ വാരിക്കോരി നൽകുകയും ചെയ്തു. LDFിൻ്റെ വാർഡുകളിൽ തന്നെ LDFിൻ്റെ വാർഡ് മെമ്പർമാർ പോലും അറിയാതെ ചില പ്രത്യേക താല്പര്യമുള്ള ഭാഗങ്ങളിലേക്ക് പഞ്ചായത്ത് നേരിട്ട് ഫണ്ടുകൾ വെച്ച് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഇങ്ങനെ മെമ്പർമാരെ നോക്കുകുത്തിയാക്കി ഒരു വികസന നിലപാടാണ് ഈ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഈ പഞ്ചായത്തിലെ 8 LDF അംഗങ്ങൾക്കും ഒരുപോലെ ഉണ്ടെന്നതാണ് വാസ്തവം. അതുമാത്രമല്ല, കുറേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് നിലനിൽക്കും. ഉദാഹരണമായി നാദാപുരം ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടില്ല. ആ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചിടുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള സാങ്കേതിക അനുമതികളും ഭരണാനുമതികളും എല്ലാം കിട്ടിയതിന് ശേഷമാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കേണ്ടത്. എന്നാൽ ഇപ്പം പറയുന്നത് അതിൻ്റെ നടപടിക്രമമൊന്നും പൂർത്തിയായിട്ടില്ല. ഈയിടെ അവിടെ LDF നാദാപുരം ബസ് സ്റ്റാൻഡിനൊക്കെ ഒരു സമരം നടത്തിയപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്രങ്ങൾ മറുപടി കൊടുത്തിട്ടുള്ളത്, എന്തിനാ സമരം ചെയ്യുന്നത്, നിങ്ങൾക്ക് പോയി സാങ്കേതിക അനുമതി ലഭ്യമാക്കിക്കൂടെ എന്ന് പരിഹസിക്കുന്ന ഒരു നിലപാടാണ് പത്രത്തിൽ. യഥാർത്ഥത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന ആളുകളെല്ലാവരും ആ കാര്യങ്ങൾ നിർവഹിക്കണം. പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളാണെന്ന് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായ സാങ്കേതിക ഭരണാനുമതി നിർവഹിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ ഒരു മൂത്രപ്പുര പൊളിച്ചിട്ട് നാദാപുരം ബസ് സ്റ്റാൻഡ് പോലുള്ള പരമപ്രധാനമായ സ്ഥലത്ത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇത്രയും കാലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞില്ലല്ലോ. കോടിക്കണക്കിന് രൂപ തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്തല്ലേ നമ്മുടെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പറയും. അനുദിനം കെട്ടിടങ്ങൾ ഉയർത്തുകൊണ്ടിരിക്കുന്നു, അതിനഭാവമായ വരുമാനങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു, സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു, നിരവധി ഗ്രാൻറ്റുകൾ, മെയിൻ്റനൻസ് ഗ്രാൻറ്റുകളെല്ലാം നമ്മുടെ സാധ്യതക്കനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ജനകീയമായി ജനങ്ങൾക്കാവശ്യമായ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. നാദാപുരം ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം മാത്രം എടുത്താൽ നമുക്ക് വിശ്വസിക്കുന്നത്. നിരവധി പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വാരിശാലയുടെ പ്രശ്നങ്ങൾ കൃഷ്ണമകൻ നമ്മുടെ മയ്യഴിപ്പുഴ കയ്യേറുന്നതിന് പഞ്ചായത്ത് നേരിട്ട് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഇതുപോലെ ഒരു സർക്കാർ ഭൂമി കയ്യേറുന്നതിന് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നിലപാടില്ല. പുഴ കയ്യേറുന്നവർക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി പത്രസമ്മേളനം നടത്തുന്ന നിലയുണ്ടായി. എവിടെയെങ്കിലും ഉണ്ടാവും ഇതുകൊണ്ട് സ്ഥിതിവിശേഷം. ഇവിടെ ജനപ്രതിനിധികൾ, ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾ, LDF ഒറ്റക്കെട്ടായി എല്ലാം നടത്തിയിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭത്തോടൊപ്പം നിൽക്കാനും കയ്യേറ്റം ഒഴിവാക്കി പുഴ സംരക്ഷിക്കാൻ ആവശ്യമായ എന്ത് നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്? ഇതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ നമ്മുടെ നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡുകളെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഈ പഞ്ചായത്ത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? ഇത് വാട്ടർ അതോറിറ്റിയുടെ കുറ്റമാണെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള റോഡുകൾ വെട്ടിപ്പൊളിക്കുന്ന അവസരങ്ങളിൽ, ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന സമയങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി കൂടിയാലോചന നടത്തി ഈ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഗ്രാമപഞ്ചായത്തിൻ്റെതാണ്. സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളിൽ എത്ര മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നാദാപുരം കല്ലാച്ചി അങ്ങാടിയിൽ 3 കോടി രൂപ സർക്കാർ അനുവദിച്ച് അതിനെല്ലാം ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ച് അതെല്ലാം സമയാസമയത്തിന് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിൻ്റെ കാര്യത്തിലെല്ലാം ഇത്തരം ഒരു മെല്ലെപ്പോക്ക് നയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് ഈ പഞ്ചായത്തിൽ വന്നാൽ അതിൻ്റെ മേന്മ LDF ഗവൺമെൻറ് ആയി പോകുമോ എന്നുള്ള ഒരു ഉൾഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പദ്ധതികൾക്കെല്ലാം മെല്ലെപ്പോക്ക് കാലതാമസം ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ നമ്മുടെ റോഡ് നിർമ്മാണങ്ങൾ, റോഡുകൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും അറിയാതെ ഈ ഗ്രാമപഞ്ചായത്ത് പോയി ഉദ്ഘാടന ചെയ്ത അനുഭവങ്ങൾ എത്രയുണ്ട്? സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നേരിട്ട് പോയി നടത്തിയ അനുഭവങ്ങൾ ഈ പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെ സർക്കാരിനെയും മറ്റ് സംവിധാനങ്ങളെല്ലാം ബൈപ്പാസ് ചെയ്ത് ഇതെല്ലാം ഞങ്ങളുടെതാണ്, സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം ഞങ്ങളുടെ പദ്ധതികളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായ നിലപാടുകളും ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികൾ. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്.
നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റുമാർ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുവ്യക്തമായ അഭിപ്രായം. മുൻകാലങ്ങളിലെല്ലാം ഭരണസമിതിക്കെല്ലാം എതിരായി ധാരാളം പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം കൂടിയാലോചനകളും പ്രശ്നങ്ങളും ചർച്ചകളും എല്ലാം ആ കാലങ്ങളിൽ നടന്നു. എന്നാൽ എത്ര സമരങ്ങളും എത്ര പ്രക്ഷോഭങ്ങളും നടന്നു. ആ പ്രക്ഷോഭങ്ങളുടെ മുമ്പിലെല്ലാം നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ കൂടിയാലോചിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും നിലപാട് ഈ പഞ്ചായത്തിന് ഭാഗത്തുണ്ടായി.